Hi, 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 hi. ആരുമില്ല. Nobody. ആരെങ്കിലും ഒരു ആൻസർ പറയൂ. അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും കേരളത്തിലെ? ആരായിരിക്കും? ചെന്നിത്തലയാണോ, KC വേണുഗോപാലാണോ, അതോ VD സതീശനാണോ? എൻ്റെ ഏക ഒരു അഭിപ്രായത്തിൽ എൻ്റെ രാഷ്ട്രീയമല്ല കോൺഗ്രസ്. പക്ഷെങ്കിൽ എനിക്ക് ഇപ്പം നമ്മുടെ നാടിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, അങ്ങനെ ഒരു കാഴ്ചപ്പാട് വരുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ നാടിനെ ഒരു നേരെ ലെവലിൽ കൊണ്ടുപോകാൻ VD സതീശൻ. കാരണം അദ്ദേഹം ഇലക്ഷന് ഒരുപാട് വ്യക്തിഹത്യ ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ ചില നിലപാടുകൾ എടുക്കേണ്ട വന്നു. ആ നിലപാടുകൾ എടുത്തപ്പോൾ എല്ലാം തന്നെ വിവാദങ്ങളും കാര്യങ്ങളും ഉണ്ടായപ്പോൾ അത് തരണം ചെയ്ത് പ്രവർത്തകരെ ഒരുപോലെ കൊണ്ടുപോയ ഒരു വ്യക്തിയാണ് VD സതീശൻ. ചെന്നിത്തല ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ ചെന്നിത്തല ഒരു 5 വർഷം പ്രതിപക്ഷ നേതാവായിട്ടിരുന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. കാരണം അദ്ദേഹം കൊണ്ടുവന്നതിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിനു മുമ്പ് ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്ന വ്യക്തിയാണ്. ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് പല സോഴ്സുകളുണ്ട്, പോലീസ് ഇൻ്റലിജൻസ് വിഭാഗത്തിൽ നിന്നുള്ള സോഴ്സുകളുണ്ട്. ആ വിഭാഗത്തിൽ നിന്ന് അദ്ദേഹം ഒരുപാട് CPM സർക്കാരെ പറ്റി കൊണ്ടുവന്നപ്പോൾ പക്ഷേങ്കിൽ അത് വിജയിപ്പിക്കാൻ ചെന്നിത്തലയെ കൊണ്ട് സാധിച്ചിട്ടില്ല. അങ്ങനൊരു ഒരു നെഗറ്റീവ് പോയിൻ്റ് ചെന്നിത്തലയ്ക്ക് ഈ 5 വർഷം പ്രതിപക്ഷ നേതാവായിട്ടിരുന്നപ്പം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണ് അടുത്ത ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ UDF പാടെ ഒരുപാട് താന്നുപോയി. സീറ്റുകൾ ഒരുപാട് കുറവായിപ്പോയി. ഏകദേശം 41 സീറ്റ് അത്ര മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേങ്കിൽ VD സതീശൻ പ്രതിപക്ഷ നേതാവായി വന്നപ്പോൾ പാടെ മാറി, നമ്മുടെ ഓരോ ലെവലും മാറി. അതിനകത്ത് ഏറ്റവും കൂടുതൽ പിണറായിയുടെ ആ ഒരു ഏകാധിപതി ഭരണത്തിലേക്ക് അടുത്ത ഒരു 5 വർഷം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഏകാധിപതി ഭരണത്തിലേക്ക് പോയതും പറയാതെ പറ്റത്തില്ല. പക്ഷെങ്കിൽ VD സതീശൻ അത് നല്ലതായിട്ട് പ്രയോഗിച്ചു. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിനെ കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിപ്പിച്ചു. അതുപോലെ തന്നെ മുസ്ലിം ലീഗ്, ഇങ്ങനെ എല്ലാവരോടും ഒരു 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 നിഷ്പക്ഷ നിലപാടിലെടുത്ത്, അതുപോലെ മതസമുദായങ്ങളോടുള്ള ഒരു തുല്യ അകലം, ആരോടും അടുപ്പമില്ല, ആരോടും അകലമില്ല എന്ന രീതിയിൽ ഒരു തുല്യ അകലം പാലിച്ച് അദ്ദേഹം കൊണ്ടുപോയപ്പോൾ അതിന് ശേഷം വന്ന ഇലക്ഷൻ, ബൈ ഇലക്ഷൻ സ്കോർ ഒരുപാട് വന്നു. പക്ഷേ അതിനകത്തെല്ലാം വിജയമുണ്ടായി. അതിനകത്ത് ഏറ്റവും പ്രശ്നമുണ്ടായ പല ഘട്ടങ്ങളിൽ പോലും അദ്ദേഹം കറക്റ്റ് നിലപാടെടുത്തത്. അതായത് ഏകദേശം ഞാൻ എക്സാമ്പിൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് എൻ്റെ നാട്ടുകാരനാണ്, പത്തനംതിട്ടയാണ്, അടൂരാണ് അവൻ്റെ നാട്. കാലിക്കറ്റ് കോളേജിൽ പഠിച്ചപ്പം തൊട്ട്, എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചപ്പം തൊട്ട് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ അദ്ദേഹം അതിനെപ്പറ്റി യഥാർത്ഥത്തിൽ VD സതീശൻ ഒരു കാഴ്ചപ്പാടിലെത്തുകയും അതിൻ്റെ സത്യാവസ്ഥ അറിയുകയും ചെയ്തത് പ്രകാരമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തിയത് എന്ന് എനിക്ക് വ്യക്തമായിട്ട് രാഷ്ട്രീയത്തിന് ഉപരി നമുക്ക് മനസ്സിലാവും. അത് അദ്ദേഹത്തെ അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. പക്ഷേ എന്നിട്ട് പോലും അതെല്ലാം തരണം ചെയ്ത് ഈ ഇലക്ഷൻ വന്നപ്പോൾ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് പിണറായി വിരുദ്ധം, ഭരണവിരുദ്ധ വികാരം, ജനങ്ങളുടെ ഭരണവിരുദ്ധ വികാരം ഇതെല്ലാം കണക്കിലെടുത്ത് അത് നന്നായി പ്രയോഗിച്ചു. ആദ്യം വന്നപ്പം തന്നെ അദ്ദേഹം ഫസ്റ്റ് മാധ്യമങ്ങളിലേക്ക്, ജനങ്ങളിലേക്ക് എടുത്തിട്ടതെന്ന് പറഞ്ഞാൽ ഒരു ഡീല് വിവാദമായിരുന്നു. അങ്ങനെ ഒരു ഡീല് വിവാദമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ്. ഇപ്പോൾ അതാരും ഒന്നും പറയുന്നില്ലല്ലോ. ഇലക്ഷൻ സമയത്ത് ആദ്യത്തെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു ഡീല് വിവാദം. CPM BJPയും തമ്മിൽ ഡീല് വിവാദം. BJP ഒരിക്കലും ഒരു ഡീലിനകത്തും പോകുന്ന വ്യക്തികളല്ല. അത് എല്ലാ സംസ്ഥാനങ്ങളും അങ്ങനെ തന്നെ. അവർക്കൊരു വ്യക്തമായ അജണ്ടകളും കാര്യങ്ങളും അവർ കറക്റ്റ് സംഘടനാതലത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊണ്ടുവരുന്നതാണ്. പക്ഷെങ്കിൽ അവിടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, പ്രത്യേകിച്ച് കേരളം പോലെ സംസ്ഥാനത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ VD സതീശന് ആ ഒരൊറ്റ ഡീല് വിവാദം കൊണ്ട് സാധിച്ചു. ആ സാധിച്ചതിൻ്റെ പുറത്ത് അത് വളരെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. അതുപോലെ തന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, ഇത് BJPയെക്കാട്ടിൽ കോൺഗ്രസ്സിന് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചത് VD സതീശൻ്റെ ഒരു ഇതാണ്. ഇതെല്ലാം വെച്ചാണ് ഇപ്പോൾ ഇലക്ഷന് VD സതീശൻ അത് അദ്ദേഹം പറയുകയും ചെയ്തല്ലോ, വനവാസത്തിൻ്റെ കാര്യം പറയുകയും ചെയ്തു.
ഇത്രയൊക്കെ റിസ്ക് എടുത്ത്, അതായത് ജയിച്ചാൽ, എൻ്റെ ഒരു കാഴ്ചപ്പാട്, ജയിച്ചാൽ VD സതീശൻ്റെ അക്കൗണ്ടിൽ വരികയില്ല, എന്നാൽ തോറ്റാൽ VD സതീശനാണ് ഈ തോൽവിക്ക് കാരണം, അനാവശ്യ പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് തോൾ കയറാം. പക്ഷെ ജയിച്ചു കഴിഞ്ഞപ്പോൾ ടീം UDFൻ്റെ ജയം എന്നും പറഞ്ഞ് പോവുകയും ഇപ്പോൾ മുകളിൽ നിന്ന് കെട്ടിയിറക്കി KC വേണുഗോപാലിനെ കെട്ടിയിറക്കി. അതുകൊണ്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്കിന് KC വേണുഗോപാൽ, അല്ലെങ്കിൽ KC വേണുഗോപാൽ നമ്മുടെ നാട്ടിൽ നിന്ന് പ്രവർത്തിച്ച് ഈ MP മാരൊന്നും മത്സരിക്കാൻ പാടില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ പ്രസ്താവനയാണ്. സുധാകരനുമായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രസ്താവനയാണ്. അടൂർ പ്രകാശിൻ്റെ കാര്യം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയാണ്, MP മാരാരും മത്സരിക്കേണ്ട എന്ന് വന്നു. അവസാനം ജയം കൈകളിലെത്തിക്കഴിഞ്ഞപ്പോൾ എനിക്കിതെല്ലാം ആവാം, മത്സരിക്കാതിരുന്ന എനിക്കിതെല്ലാം ആവാം, അതുപോലെ തന്നെ മത്സരിക്കാതിരിക്കുന്നവർക്കാണ് മുൻഗണന കൂടുതൽ എന്നൊക്കെ ഒരു പ്രസ്താവന ഇറക്കി വന്നതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല. അങ്ങനെ വന്ന ഓരോ ആൾക്കാരും, അങ്ങനെ വന്ന ആളുകളെ എല്ലാം തള്ളിക്കളഞ്ഞ ജനങ്ങളാണ് കേരളത്തിൻ്റെ ജനതകൾ. പക്ഷേ ഇതിപ്പം എങ്ങനെയായാലും BJPക്ക് ഒരു പ്ലസ് പോയിൻ്റ് ആകുന്നതെന്ന് പറഞ്ഞാൽ അത് ഒരു 5-6 മാസത്തിന് ശേഷം നമുക്ക് കണ്ണ് തുറന്ന് കാണാൻ പറ്റും അതെന്താണ് സംഭവിക്കുന്നത് എന്ന്. കാരണം ഇതിനകത്ത് ഇപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രിയാകാൻ നിൽക്കുന്നു, KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാൻ നിൽക്കുന്നു, ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ നിൽക്കുന്നു, മറ്റ് പലരും മന്ത്രിസ്ഥാനങ്ങളിലേക്ക് കുതിച്ചിരിക്കുന്നു. ഇതൊന്നും കിട്ടാതെ വരുമ്പോൾ, പ്രത്യേകിച്ച് ഇവരുടെ നേതാക്കന്മാരുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒന്ന് പണവും, ഒന്ന് നമ്മുടെ ഇങ്ങനെ കാര്യങ്ങളും, അങ്ങനെ 10 വർഷമായിട്ട് നടന്നിട്ടില്ല, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അതുപോലെ തന്നെ സ്ഥാനമാനങ്ങൾ ഒരുപാട് അവർ ആഗ്രഹിക്കുന്നതാണ്. ഈ സ്ഥാനമാനങ്ങൾ കിട്ടാതെ വരുമ്പോൾ, അവരെ തഴയുന്നു എന്നൊരു തോന്നൽ വരുമ്പോൾ, അവരുടെ ഉള്ളിൽ കടന്നുകൂടുന്ന ഒരു ചിന്തകളും, ആ ചിന്തയിലാണ് അടുത്ത പിടി BJP മുറുക്കാൻ പോകുന്നത്. അതാണ് എല്ലാ സംസ്ഥാനങ്ങളിലും കണ്ടുവന്നിരിക്കുന്നത്. അത് തന്നെ സംഭവിക്കും. കാരണം അവർ തുടങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരം മേയർ ഇപ്പോൾ ഇങ്ങനെ ഓരോന്ന്, തിരുവനന്തപുരം തൊട്ട് കൊല്ലത്തിൻ്റെ ബോർഡർ വരെ എത്തിക്കഴിഞ്ഞു. അവരിങ്ങോട്ട് കയറും. അതിനൊന്നും ഇടവെക്കാതെ മുന്നോട്ട് പോകാൻ നോക്കുക. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. മറ്റുള്ളവരുടെ അഭിപ്രായം എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ ലൈവ് വരുന്ന വ്യക്തിയും അല്ല. പക്ഷേ എനിക്കിന്നത് ഓരോ കാര്യങ്ങൾ 2-3 ദിവസത്തെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ട്, നമ്മുടെ നാടാണ് കേരളം, അങ്ങനെ ഒരു നാട്ടിലെ ഇങ്ങനെ ഒരു ഇവിടുത്തെ മീൻസ് ഞാൻ അറബിക്സ് വരെ ചോദിക്കാൻ തുടങ്ങി, വാട്ട് ഹാപ്പൻ ടു കേരള. അവർ വരെ എങ്ങനെ അറിഞ്ഞു എവിടുന്ന് സോഴ്സ് നമുക്കൊന്നും അറിയത്തില്ല. പക്ഷേ ഞാൻ കൂടെ വർക്ക് ചെയ്യുന്ന അറബിക്സ് വരെ ചോദിച്ചു തുടങ്ങി, വാട്ട് ഹാപ്പൻ ടു കേരള. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്നും വെറുതെ നമ്മുടെ നാടിനെ നാണം കെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോയി ആരാണ് മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് തീരുമാനിച്ച് മറ്റുള്ള കാര്യങ്ങൾ ചെയ്ത് നാടിനെ സംരക്ഷിക്കുകയാണ്. ഇപ്പോൾ ഒരു കാവൽ മുഖ്യമന്ത്രി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമ്മുടെ നാടിന് അതെ മാറ്റിച്ചെന്ന് പറഞ്ഞാൽ പോരാ. കാരണം വളരെ ഒരു എന്തായാലും പറയുക, എനിക്കത് പച്ച മലയാളത്തിൽ നമുക്ക് വീട്ടിൽ പറയാൻ പറ്റത്തില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞ തെമ്മാടിത്തരം ആണ് ഈ കാണിച്ചു കൂട്ടുന്നത്. ഒരുത്തം മുകളിൽ നിന്ന് കെട്ടിയിറങ്ങുന്ന കുറേ MLA-മാർ അദ്ദേഹത്തിന് സപ്പോർട്ട്, കാരണം അദ്ദേഹത്തിന് കൂടുതൽ 100% സപ്പോർട്ടേ കിട്ടൂ. കാരണം അദ്ദേഹം AICCയുടെ കൺവീനറും അങ്ങനെ കാര്യങ്ങളുമായിട്ടൊക്കെ ഇരുന്നതാണ്. രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള അടുപ്പം, സോണിയാഗാന്ധിയായിട്ടുള്ള അടുപ്പം. അപ്പം ഈ MP-മാരാണെങ്കിലും അതുപോലെ തന്നെ കേരള ഘടകം, ഈവൻ രാഹുൽ ഗാന്ധി വരെ KC വേണുഗോപാൽ പറയുന്നതാണ് കേൾക്കുന്നത്. അതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പോരായ്മ. സ്വന്തമായിട്ടൊരു നിലപാടില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് കൂടുതൽ കേരളത്തിൽ നിന്ന് 2 പിന്തുണകൾ കിട്ടും. ആ പിന്തുണകൾ കിട്ടി, അത് MLA-മാരുടെ പിന്തുണകളുള്ളൂ. പക്ഷേങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരണികളുടെയും പിന്തുണയില്ല KC വേണുഗോപാലിന്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പിന്തുണ കിട്ടുന്നത് VD സതീശന് മാത്രമേ ഉള്ളൂ. എനിക്ക് കോൺഗ്രസുമായിട്ട് യാതൊരു ഇതുമില്ല. പക്ഷേങ്കിൽ ഞാൻ എൻ്റെ ഒരു പൊതു അഭിപ്രായമാണ് ഞാനീ പറയുന്നത്. 2 ദിവസം വെച്ച് കൊടുക്കണം മുഖ്യമന്ത്രി സ്ഥാനം. അതെ കൊള്ളാം. ഇതാണ് അടുത്ത വാർത്ത വന്നു കഴിഞ്ഞു. ലൈവിൽ വലിയ എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ പരിപാടികൾ കൂടുതൽ അറിയത്തില്ല കേട്ടോ.
ഷക്കീല മാമി ചാണകം നൂൽ വലിക്കുന്നു, അതവരുടെ, ഞാൻ പറയട്ടെ, അതവരുടെ അജണ്ടയാണ്, ബി ജെ പിയുടെ ഒരു അജണ്ടയാണ്. ഇപ്പോൾ തന്നെ ഇവർ ഈ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മുരളീധരൻ എന്താണ് പറഞ്ഞത്? നിയുക്ത MLA മുരളീധരൻ എന്താണ് പറഞ്ഞത്? ഞാൻ ഭൂരിപക്ഷ വിഭാഗത്തിന് വേണ്ടി നിയമസഭയിൽ സംസാരിക്കും, അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ആരും വിദ്യാഭ്യാസ മേഖലയിൽ വരാൻ പാടില്ല, അവർക്കത് വരുന്നതുകൊണ്ടോ കാര്യങ്ങളോ ഒരു പ്രശ്നവും ഇല്ല. പക്ഷെങ്കിൽ അവരിട്ടേക്കുന്ന ഒരു ചൂണ്ടയാണത്. ആ ചൂണ്ടയിൽ കൊരുക്കുന്നത് എന്താണെന്ന് അവർക്കറിയാം. അത് ഏത് രീതിയിലാണ് മുന്നോട്ട് വരുന്നതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കേരളത്തിൽ ഈ കോൺഗ്രസ് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്ന് പറയുമ്പോൾ വലിയൊരു ആഘോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 100% BJPയുടെ കേന്ദ്ര വിഭാഗത്തിന് അറിയാം. ഇത് അവരുടെ ഒരു സോഷ്യൽ, അതുപോലെ തന്നെ അവരുടെ ഒരു കോർപ്പറേറ്റ് സംവിധാനം ഉപയോഗിച്ച് അവർക്ക് 100% അറിയാം കേരളത്തിൽ UDF ആണ് വരുന്നതെന്നും ഇതുമാത്രം സീറ്റ് കിട്ടുമെന്നൊക്കെ കേന്ദ്രത്തിന് BJP കേന്ദ്രത്തിന് 100% അറിയാവുന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അവർക്കിത് അറിയുകയും ചെയ്യാം. അത് കഴിഞ്ഞിട്ടുള്ള ഈ 5 വർഷം ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവർ 100% അവിടെ ടൈം ടേബിളായിട്ട് കുറിച്ചിട്ടുണ്ട് എന്നെനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. കാരണം അവർ ഓരോ സംസ്ഥാനങ്ങളിലും ചെയ്തു വന്നിരിക്കുന്നത് അതുതന്നെയാണ്. അവർ പതുക്കെ സൗത്ത് ഇന്ത്യയിലേക്ക് കയറിയിരിക്കുന്നു. അതുകൊണ്ട് ചാണകം നൂൽ വലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവരുടെ വർക്കാണ്. അവർ വർക്ക് നല്ല വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിന് കറക്റ്റ് ചൂണ്ടയിട്ട് ആ ചൂണ്ടയിൽ കൊരുത്തിട്ടാണ് ഈ മുഖ്യമന്ത്രി അടിയും ഈ മുസ്ലിം ലീഗിൻ്റെ പ്രശ്നവും, അതുപോലെ തന്നെ ഇന്നലെ നമ്മുടെ മാത്യു കുഴൽനാടൻ പറഞ്ഞ വാചകം. അദ്ദേഹം UDF കോൺഗ്രസ്സുകാരനാണ്, മുസ്ലിം ലീഗിൻ്റെ വോട്ടും കൊണ്ട് ജയിച്ചിട്ടുണ്ട്, അതുപോലെ എല്ലാ ഘടകകക്ഷികളുടെയും വോട്ട് കൊണ്ടും ജയിച്ച, അല്ലാതെ UDF എന്ന് പറഞ്ഞിട്ടാണ് വന്നത്, UDFൻ്റെ വോട്ടായിട്ടാണ് വന്നത്, മനസ്സിലായോ? കോൺഗ്രസിൻ്റെ മാത്രം വോട്ടാണ്. അദ്ദേഹം പറഞ്ഞ നിലപാട് ഇതൊക്കെയാണ് BJP ഇട്ട് കൊടുത്തേക്കുന്ന ചൂണ്ട. ആ ചൂണ്ടയിലാണ് ഇവർ കൊളുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ 5 വർഷം എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷം ഈ കൊളുത്തിനകത്തെല്ലാം കൊടുക്കും. അടുത്ത 1 വർഷത്തിനുള്ളിൽ BJP കളിക്കേണ്ടതായിട്ട് വരും. ഇപ്പം ഈ ഇലക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ 2020 അങ്ങനെ കുറേ ഘടകകക്ഷികൾ പോയത് കണ്ടില്ലേ? ഇതേപോലെ പിന്നെ BJPയുടെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത ഈ സൈഡിലിരിക്കുന്ന ഈ ഘടകകക്ഷികളെ എല്ലാം വലിക്കുക എന്നതായിരിക്കും. അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥാനം കിട്ടാതിരിക്കുന്ന ആൾക്കാരുടെ എല്ലാം ഉള്ളിലിരിപ്പുണ്ട്. അവർ പതുക്കെ BJPയിലോട്ട് പോകുന്നു, BJPയിലേക്ക് സ്ഥാനം കിട്ടുന്നു. അങ്ങനെ BJPക്ക് കുറച്ച് പ്രാതിനിധ്യം വന്നുകൊണ്ടിരിക്കുന്നു, MLAമാരാകുന്നു, ജനങ്ങൾക്ക് അവർ പ്രശ്നമില്ല എന്നൊരു തോന്നലുകൾ വരുന്നു. ഇത് ഇപ്പം ക്രിസ്ത്യാനികൾക്ക് പള്ളിയിൽ ബൈബിൾ കൊണ്ടുപോകാൻ പറ്റാതിരിക്കും, അങ്ങനെയൊന്നും ഇല്ലല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ പതുക്കെ ഗോവയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ, ഗോവയിലൊക്കെ ക്രിസ്ത്യൻ ഭൂരിപക്ഷമാണ്, അവിടെ ഒരു പതുക്കെ കയറി വരികയാണ്. അപ്പോൾ അവർക്കൊരു ഞങ്ങൾക്ക് അവർ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ എന്നൊരു തോന്നൽ വന്ന് എല്ലാം കയ്യിലായി കഴിയുമ്പോഴാണ് ബാക്കി അവരുടെ യഥാർത്ഥ അജണ്ട മുന്നോട്ട് വരുന്നത്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം അടുത്ത ഒരു 5 വർഷത്തേക്കുള്ള ഒരു പ്ലാൻ, കേരളത്തിലെ പ്ലാൻ BJP 100% അവരുടെ ടൈം ടേബിളിൽ കുറിച്ചിട്ടുണ്ട്. അവർക്കറിയാം അവർ ഏതൊക്കെ രീതിയിലാണ് കൊടുത്തു വരുന്നതും ഏതൊക്കെ രീതിയിലാണ് ജനങ്ങളിലേക്ക് ഇറങ്ങേണ്ടതെന്നും അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അത് ഈ 3 MLAമാരെ കൊണ്ട്, അവർ 3 MLAമാരല്ല, അവർ ശോഭാ സുരേന്ദ്രനെയും K സുരേന്ദ്രനെയും കൂടെ ഉദ്ദേശിച്ചിരുന്നു. അത് ഏതായാലും അത് പോയി കിട്ടി. അഹങ്കാരം കൊണ്ട് പോയതാണ് ഈ രണ്ടും. K സുരേന്ദ്രൻ്റെ പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും കളിച്ചിട്ടുള്ളത് എൻ്റെ ഒരു രാഷ്ട്രീയ നിലപാടനുസരിച്ചിട്ട് അത് CPM-ഉം കോൺഗ്രസും SDPI എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു രാഷ്ട്രീയ കളി കളിച്ചതാണ് അവിടെ K സുരേന്ദ്രൻ. പക്ഷേ ശോഭാ സുരേന്ദ്രൻ്റെ എന്ന് പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ്റെ കയ്യിലിരിപ്പുകൊണ്ട് തന്നെ പോയതാണ് അവസാനം. കാരണം ആദ്യം വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് വന്നതിന് ശേഷം BJP പ്രവർത്തകരുടെ, അതുപോലെ തന്നെ കുറച്ച് നിഷ്പക്ഷ ആൾക്കാരുടെ എല്ലാം പിന്തുണ കിട്ടി. അവസാനം വന്നു കഴിഞ്ഞപ്പോൾ അഹങ്കാരം എന്നൊരു സാധനം തലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അത് തന്നെയാണ് ഈ പിണറായിക്കും പറ്റിയേക്കുന്നത്. അത് ഞാൻ ജയിച്ചു, ഞാനാണ് എല്ലാത്തിനും മുകളിൽ എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ജനം ചവറ്റുകൊട്ടേ കളയും. ആ ചവറ്റുകൊട്ടേ കളഞ്ഞതാണ് ശോഭാ സുരേന്ദ്രൻ. അതും അല്ല, ഇനി ശോഭാ സുരേന്ദ്രനും K സുരേന്ദ്രനും കൂടെ ജയിച്ചു വരുമായിരുന്നുണ്ടെങ്കിൽ നിയമസഭയിൽ ഇവർ എന്തായിരുന്നു കളിക്കാൻ പോകുന്നതെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി. നമ്മൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇലക്ഷൻ ബാലറ്റ് പേപ്പറിൽ
എനിക്ക് അതിനോട് യോജിപ്പൊന്നുമില്ല. അത് വെറും ഒരു ആരോപണവും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ്. ഇത് വർഷങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിനോടൊന്നും എനിക്ക് നമ്മൾ കാലാകാലങ്ങളിലുള്ള കാര്യങ്ങൾ മാറണം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ അത് ഇത്ര ഇത്ര നാളായിട്ട് കൊണ്ടുവന്നിട്ടും അവർക്കൊരു തെളിവോ കാര്യങ്ങളോ, ചുമ്മാ ആരോപണം മാത്രം. അതിനോട് എനിക്കതില്ല. പക്ഷേങ്കിൽ BJP കേരളത്തിൽ പ്രാതിനിധ്യം ഉറപ്പിച്ചു എന്നത് വ്യക്തമായ സൂചനയാണ് ഈ ഇലക്ഷൻ. അതിനകത്തൊരു മാറ്റവുമില്ല. തമിഴ്നാട്ടിൽ ഇപ്പോൾ വിജയ് ഇത്രയും സീറ്റോടുകൂടി വന്നിട്ടും ഇപ്പോൾ ഗവർണർ അത് സ്വീകരിക്കാതിരിക്കുന്നതും BJPയുടെ ഒരു പ്രാതിനിധ്യം, അതായത് ഇന്ത്യ സഖ്യത്തിനോട് ഒപ്പം, അതായത് ഇന്ത്യ സഖ്യവുമായി DMK സഖ്യം തെറ്റണം, അതാണ് അവരുദ്ദേശിക്കുന്നത്. അത് ഞാൻ പറയാൻ മറന്നുപോയി. അതാണ് അവരുടെ ഉദ്ദേശം എന്നത് വ്യക്തമായി നമുക്കറിയാം. അതറിയേണ്ടവർക്കറിയാം. അതുകൊണ്ടാണ് ആ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി, അതായത് വിജയുടെ ആ ഒരു സത്യപ്രതിജ്ഞ മുന്നോട്ട് നീക്കുന്നത്. ഈ മുന്നോട്ട് ഓരോ ദിവസം നീക്കും തോറും ഇതിനകത്ത് ചർച്ചകൾ കൂടിക്കൊണ്ടിരിക്കും. സ്റ്റാലിൻ്റെ നിലപാടുകൾ മാറും. അപ്പോൾ കോൺഗ്രസ് വിജയ്ക്ക് സപ്പോർട്ട് കൊടുത്താൽ, പുറത്തു നിന്നാണേലും അകത്തു നിന്നാണേലും സപ്പോർട്ട് കൊടുക്കുമ്പോൾ 100% DMK ഇന്ത്യ സഖ്യത്തിൽ നിന്നും മാറിപ്പോവും. ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ഒരു DMK പോയി കഴിയുമ്പോൾ എത്ര MP അതിൽ നിന്നും മാറും? എത്ര MP പാർലമെൻറ്റിൽ DMKക്ക്? അത്രയും MP ബാക്കിലോട്ട് പോയി. അതിനകത്തുനിന്ന് പിന്തുണ പിൻവലിക്കുമ്പോൾ ഇന്ത്യ സഖ്യം അവിടെ തകരുകയാണ്. മനസ്സിലായോ? അതുപോലെ ഇങ്ങനൊരു കാഴ്ചപ്പാട് കോൺഗ്രസ് എടുക്കുമ്പോൾ മറ്റുള്ള ഘടകകക്ഷികൾ, ഇന്ത്യ സഖ്യത്തിലെ മറ്റുള്ള ഘടകകക്ഷികൾ എന്തായിരിക്കും ചിന്തിക്കുക? നാളെ ഞങ്ങൾക്കും ഇത് ഉണ്ടാവാം. അങ്ങനെ ഒരു പോയിന്റിലേക്ക് BJP അവരെ എത്തിക്കുകയാണ്. അതിനകത്ത് 100%, അതായത് ഞാൻ പറഞ്ഞില്ലേ, BJPയുടെ ഒരു രാഷ്ട്രീയ ചിന്ത എന്ന് പറയുന്നത് നമുക്ക് അത് ചില വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട്. അത് അവരിൽ നിന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അവരെ പൊക്കി പറയുമല്ല, പക്ഷേങ്കിൽ കണ്ട് പഠിക്കണം. തമ്മിത്തല്ലില്ലാതെ മുകളിൽ നിന്ന് പറയുന്ന കാര്യം ഇത്ര വ്യക്തതയോടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന ഒരു സംഘടന വേറെ ഇല്ല ഇപ്പോൾ ഇന്ത്യയിൽ. കേരളത്തിൻ്റെ കാര്യം ഞാൻ ഇന്ത്യ മൊത്തമാണ് പറയുന്നത്. ഇന്നലെ എല്ലാവരും പറഞ്ഞ്, അതായത് AICCയുടെ ഓരോരുത്തരുടെ പിന്തുണ നോക്കിയപ്പോൾ അതുവരെ പുറത്തു വന്നു. സന്ദീപ് വാര്യർ, KC വേണുഗോപാലൻ, അഡ്വക്കേറ്റ് സജീവ് ജോസഫ്, KC വേണുഗോപാലൻ, അഡ്വക്കേറ്റ് TO മോഹൻ, സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് KC വേണുഗോപാലൻ, ഉഷ വിജയൻ KC വേണുഗോപാലൻ, IC ബാലകൃഷ്ണൻ, KC വേണുഗോപാൽ പ്ലസ് രമേശ് ചെന്നിത്തല. സോ എങ്ങും നമുക്ക് VD സതീശൻ്റെ പേര് കാണാൻ പറ്റില്ല. VD സതീശൻ്റെ പേര് ഉദ്ദേശിക്കുന്നത് അണികളിൽ മാത്രമാണ്. അങ്ങനെ KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അണികളുടെ വികാരം ഭയങ്കരമായിരിക്കും. ഞാനൊരു കോൺഗ്രസ്സുകാരനല്ലാത്തതുകൊണ്ട്, പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നതാണ്, നമുക്ക് നല്ല രസമായിരിക്കും കാണാൻ നല്ല രസമായിരിക്കും. KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നാളെ സാറ്റർഡേ സൺഡേ ഇത് പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിലുണ്ടാകാൻ പോകുന്ന യൂത്ത് കോൺഗ്രസ് മുതൽ അങ്ങ് താഴെ അടിത്തറയിലുള്ള യൂത്ത് കോൺഗ്രസ്, KSU, അതുപോലെ തന്നെ താഴെ അടിത്തറയിലുള്ള ഒരു സാധാ പ്രവർത്തകൻ്റെ വികാരം, സൺഡേയിൽ ഇത് KC വേണുഗോപാലാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ കണ്ടു കേരളത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. 100% എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഈ ലൈവ് ജസ്റ്റ് കോപ്പി ചെയ്താലും പറ്റും. BJPയുടെ വോട്ട് കിട്ടിയാണ് ഇല്ലില്ല. BJPയുടെ വോട്ട് BJP എൻ്റെ ഒരു അഭിപ്രായത്തിൽ BJP കോൺഗ്രസിനും ലയിക്കത്തില്ല, കോൺഗ്രസിൻ്റെ സൈഡും ചെയ്യത്തില്ല. അതൊരു വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു ഇലക്ഷൻ വരുമ്പോൾ ഉള്ള ഒരു പ്രചാരണമാണ്. ഈ BJP കോൺഗ്രസിന് വോട്ട് മറിച്ചു, BJP CPMന് വോട്ട് മറിച്ചു. ഞാൻ എൻ്റെ ഒരു സ്കൂൾ രാഷ്ട്രീയം മുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങിയത്. കാരണം ഇലക്ഷൻ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ സമയത്ത് മാത്രമേ BJPയുടെ ഒരു സ്ഥാനാർത്ഥിയെ കാണാൻ പറ്റത്തുള്ളൂ. ഒരു 10 പോസ്റ്റർ എവിടെയെങ്കിലും കാണാം. പക്ഷേ ഇന്നതല്ല, ഇന്ന് മാറ്റം ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അവരുടെ ഒരു അജണ്ട ഞാൻ പറഞ്ഞില്ലേ, BJP എന്ന് പറയുമ്പോൾ RSSൻ്റെ ഒരു അജണ്ടയുണ്ട്. അത് ശരിക്കും BJP അറിയാത്തതുകൊണ്ടാണ്.
RSSൻ്റെ ഒരു അജണ്ടയുണ്ട്. 2020 ഒക്കെ ഉപയോഗിച്ച് 2020 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അത് ഡ്രാമയാണ്. അത് ഞാൻ പറയാം. 2020 ഞാൻ കോന്നി മണ്ഡലമാണ്, പത്തനംതിട്ട കോന്നി മണ്ഡലത്തിലാണ്. എൻ്റെ ഫ്രണ്ടാണ് ജനീഷ് കുമാർ. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറയാം, വ്യക്തമായിട്ട് പറയാം. 2020 സാബു ജേക്കബിനെ ഇതിനകത്തോട്ട് ഇറക്കി അവർക്ക് കൂടുതൽ സീറ്റ് കോന്നി മണ്ഡലത്തിൽ, അതായത് കോന്നിയിലെ ശബരിമല ഇഷ്യൂ നടക്കുമ്പോൾ എൻ്റെ മാരേജ് അതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എൻ്റെ മാരേജ്. ഞാൻ ഖത്തറിൽ നിന്ന് നാട്ടിൽ 1 മാസത്തെ ലീവിന് വേണ്ടി പോയാണ്. അവസാന സമയത്താണ് ഇത് സംഭവം. അതിന് ശേഷമാണ് ഈ ശബരിമലയിലെ ഇഷ്യൂ വരുന്നതും ലാഹയിലെ ശബരിമല ആചാര സംരക്ഷണ സമിതി കുടിൽ കിട്ടുന്നതും. അപ്പം ഞങ്ങൾ ആ നാട്ടുകാരാണ്. ഞാൻ ആ ചിറ്റാർ എന്ന് പറയുന്ന സ്ഥലമാണ്. എൻ്റെ തൊട്ടപ്പുറത്ത് 4 കിലോമീറ്ററേ ഉള്ളൂ ലാഹ എന്ന് പറയുന്ന സ്ഥലം, 4-5 കിലോമീറ്ററേ ഉള്ളൂ ലാഹ എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പം ഞാൻ എൻ്റെ വണ്ടി കൊണ്ട് എടുത്ത് പോയി, ഞാൻ എൻ്റെ ഫ്രണ്ട്സോടെല്ലാം പോയി. ഞങ്ങൾ അതിനകത്ത് പെട്ടുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംഭവം നടക്കുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേന് കുറേ ഒരു പോലീസ് വണ്ടി, ഒരു 10-25 പോലീസ് ബസ് പത്തനംതിട്ട ക്യാമ്പിൽ നിന്നും മണിയാർ ക്യാമ്പിൽ നിന്നും എല്ലാം വരികയും മനോജ് എബ്രഹാം പെട്ടെന്ന് അവിടെ എത്തുകയും വിളക്ക് തട്ടിത്തെറിപ്പിച്ചു. വിളക്ക് ഷൂവും കൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. ഇതൊക്കെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചയാണ് കേട്ടോ. തട്ടിത്തെറിപ്പിക്കുകയും അതിനുശേഷം മാധ്യമങ്ങളുടെ റിപ്പോർട്ടർമാർ, നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു വിവാദം ഉള്ളടക്കുന്നിടത്ത് ലേഡീസ് മാത്രം, മാധ്യമ റിപ്പോർട്ടർമാർ, ക്യാമറാമാന്മാർ ആണുങ്ങളും റിപ്പോർട്ടർമാർ മൊത്തം ലേഡീസ്. എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചയാണ് കേട്ടോ. അവിടെ മൊത്തം റിപ്പോർട്ട് ചെയ്യാൻ വരുന്നത് ലേഡീസ്. എന്തിനാണ് അവിടെ മാധ്യമങ്ങൾ അങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത്? അവിടെ ഒരു ഇഷ്യൂ ആണ്, ഏറ്റവും വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കുകയാണ്. അവിടെ ഒരു മാധ്യമത്തിന് കൂടുതലൊരു സാന്നിധ്യം ഉണ്ടാക്കുകയാണ്. ഒരു ന്യൂസിന് ഒരു എക്സ്ക്ലൂസീവ് കിട്ടാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. പക്ഷേ ഞങ്ങൾ അതിനകത്തുനിന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ മനോജ് എബ്രഹാം ഇത് വന്നപ്പോൾ നമുക്ക് എത്തി. ഞങ്ങൾ അവിടുത്തെ എങ്ങനെയൊക്കെയോ വണ്ടി എടുത്ത് ആ ഗ്യാപ്പിൽ നിന്ന് കയറിപ്പോയി കേട്ടോ. പക്ഷേങ്കിൽ അവിടെ ശരിക്ക് കോന്നി മണ്ഡലത്തിൽ, ഞാനത് പറയാൻ വന്നത് കോന്നി മണ്ഡലത്തിൽ, അതിനുശേഷമാണ് കെ സുരേന്ദ്രൻ അവിടെ വന്ന് നിൽക്കുന്നതും. കെ സുരേന്ദ്രൻ ഞങ്ങളുടെ സ്റ്റേഷനിലാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്, ചിറ്റാർ സ്റ്റേഷനിൽ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഉടുപ്പ് വലിച്ചു കീറുന്നതും അത് കുറച്ച് വിവാദമൊക്കെ ഉണ്ടായിരുന്നല്ലോ, പുള്ളി മറ്റേ ഇരുമുടിക്കെട്ട് താഴോട്ടിടുന്നതെന്നൊക്കെ. പിന്നെ ആ സമയത്തൊക്കെ ഞങ്ങൾ ആ പരിസരത്തുണ്ട് കേട്ടോ. പിന്നെ ശേഷം കോന്നി മണ്ഡലത്തിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വന്ന് നിൽക്കുകയും, അതായത് രണ്ടാം സ്ഥാനത്ത് അതുപോലെ 2ാം സ്ഥാനമായിരുന്നു തോന്നുന്നു. ഭയങ്കരം. അതായത് ഒരു 2 തവണ ഞാൻ കേട്ടു അദ്ദേഹം ഭൂരിപക്ഷം കയറി. അതായത് ഇലക്ഷൻ്റെ 1ാം സ്ഥാനത്തേക്ക് വന്നു, പിന്നെ പിന്തള്ളപ്പെട്ടു. പിന്നെ പക്ഷേങ്കിൽ വോട്ട് ഒരുപാട് പിടിച്ചു. രണ്ടാമത് സുരേന്ദ്രൻ അവിടെ 2 തവണ വന്നു നിന്നു. വോട്ട് ഒരുപാട് പിടിച്ചു ബി ജെ പിയുടെയും അപ്പോൾ കോൺഗ്രസിൻ്റെ CPM-ൻ്റെ ഒക്കെ വോട്ട് വന്നു ആലോചിക്കണം. അതിനുശേഷം അനിൽ ആൻ്റണി വരുന്നു. അനിൽ ആൻ്റണിയും നല്ല രീതിയിൽ, അത്രയും ഇല്ലെങ്കിലും കുറച്ചൊക്കെ മാറി, അനിൽ ആൻ്റണിയും കുറച്ചൊക്കെ പിടിച്ചു. പക്ഷേങ്കിൽ അങ്ങനെ ഒരു മണ്ഡലം ഇത്തവണ BDJS-ന് പോയി. 2020 അതിനകത്ത് തന്നെയാണ് കേട്ടോ. 2020യും BDJS-നും ഓവർ സീറ്റുകൾ കൊടുത്തു. ഒരുപാട് മണ്ഡലങ്ങൾ കൊടുത്തു. ഒരുപാട് മണ്ഡലങ്ങൾ കൊടുത്തപ്പോൾ BJP അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് എന്ന് വെച്ചാൽ, എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് BJPക്ക് അവിടെ എത്ര വോട്ട്, അതായത് BJPക്ക് മാത്രം എത്ര വോട്ട് എന്നതാണ് അവർ 100% ഉദ്ദേശിക്കുന്നത്. അവർ മുന്നോട്ടുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെ നാളെ ഈ കോന്നി മണ്ഡലം BDJS-ന് കൊടുക്കാനോ, അല്ലെങ്കിൽ തൃപ്പൂണിത്തുറ 2020ക്ക് കൊടുക്കാനോ, അതുപോലെ തന്നെ തൃക്കാക്കര അഖിൽമാർ 2020 അഖിൽമാരെ കൊണ്ട് നിർത്താനോ ഒന്നുമല്ല. ഇതൊരു പരീക്ഷണം അവരുടെ. എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് BJPയുടെ ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണമാണ് അവർ ചെയ്തേക്കുന്നത്. എന്നിട്ട് അവർക്ക് 100% ഉറപ്പുള്ളിടത്തല്ല അവർ നല്ല നേതാക്കളെ നിർത്തി. നിയമം ചാത്തന്നൂരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു സൈലൻ്റായിട്ട് ജയിച്ച ആൾ. ആ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSSൽ കൂടെ RSSൻ്റെ പ്രവർത്തനത്തിൽ കൂടെ വരികയും, അതുപോലെ തന്നെ RSSൻ്റെ, അതായത് വലിയ മറ്റേ റീൽ പരിപാടിയോ മറ്റുള്ള കാര്യങ്ങളോ പബ്ലിസിറ്റിയോ ഇല്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷേ ആ നാട്ടിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തിന് നല്ല സുപരിചിതനാണ്. ആ ഒരൊറ്റ കാരണത്താലാണ് അദ്ദേഹം ജയിച്ചേക്കുന്നത്. പിന്നെ മുരളീധരൻ, അതുപോലെ ഈ നിയമം, ഇതെല്ലാം അവരുടെ ഒരു A ക്ലാസ് മണ്ഡലമാക്കി അവരവിടെ ജയിക്കാൻ വേണ്ടി ചെയ്തു. അത്ര മാത്രമേ ഉള്ളൂ. 2020 BDJS-നൊന്നും കൊടുത്ത സീറ്റ് നമ്മളാരും ചിന്തിക്കുകയോ വേണ്ട. അതവർ തോക്കാൻ വേണ്ടി കൊടുത്തതാണ്. അവരുടെ വോട്ട് ശതമാനം എത്രയുണ്ട് എന്നറിയാൻ വേണ്ടി മാത്രമാണ്. മികച്ച നിങ്ങൾ നോക്കിയുണ്ടോ ഈ BJP ഈ പൊതുമധ്യത്തിൽ ഒരുപാട് മികച്ച് നിൽക്കുന്ന ആൾക്കാരെ BJPയിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ പെട്ടെന്ന് ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തും. അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ഉദ്ദേശം?
എക്സാമ്പിൾ പാലക്കാട് തന്നെ തുടങ്ങും. പാലക്കാട് നമ്മുടെ മെട്രോമാനെ കൊണ്ട് നിർത്തി. മെട്രോമാൻ അന്ന് ഭയങ്കര ഒരു ഇതാണ്, നമുക്കിപ്പോഴും അത് തന്നെയാണ് മെട്രോമാൻ ശ്രീധരൻ ചേട്ടൻ. ശ്രീധരൻ ചേട്ടന് വളരെ ഒരു നല്ല വ്യക്തിത്വമുള്ള ആളാണ്, കഴിവുള്ള വ്യക്തിയാണ്. മുൻകൂട്ടി കാര്യങ്ങൾ നമുക്ക് കണ്ട് ചെയ്യാനുള്ളൊരു ഒരു പ്രാതിനിധ്യം പുള്ളിക്കുണ്ട്. അദ്ദേഹത്തിനെയൊക്കെ അവിടെ കൊണ്ട് നിർത്തിയത് എന്തിനാണ്? അതായത് അത്ര വ്യക്തിത്വമുള്ള ആൾക്കാരെ കൊണ്ട്, അതായത് നിഷ്പക്ഷമായിട്ടുള്ള വോട്ടുകൾ ഒരു വ്യക്തിയിലേക്ക് അടിച്ചു വെക്കുമ്പോൾ BJP, അതായത് താമര ചിഹ്നത്തിൽ നമുക്ക് വോട്ടിംഗ് മെഷീനിലേക്ക് കുത്താൻ ചിലർക്കൊരു മടി കാണും. ഇത് വർഗീയ ഹിന്ദു പാർട്ടിയാണ് എന്നുള്ളൊരു മടി കാണും. ആ മടി മാറ്റുകയാണ് BJP. അതായത് നല്ലൊരു വ്യക്തി, ഇപ്പോൾ ഞാൻ സമൂഹത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളെല്ലാം ചെയ്തു, എനിക്ക് രാഷ്ട്രീയമോ കാര്യങ്ങളോ ഒന്നുമില്ല, അപ്പം ഞാൻ BJPയിലേക്ക് വന്നു. ഒരു വലിയ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ഇല്ലാതെ BJPയിലേക്ക് ഞാനൊരു ആളെ കൊണ്ടുവന്നു, ഞാൻ എത്തി. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോൾ കുറച്ച് ആൾക്കാർ കാണും. അവർക്ക് പക്ഷേ BJP താമര ചിഹ്നത്തിലോട്ട് വോട്ട് ചെയ്യാൻ ഒരു മടിയുണ്ട്. നമുക്ക് ഈ വോട്ടിംഗ് മെഷീനിൽ വോട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ചിലർക്ക് അരിവാൾ ചുറ്റി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അലർജിയാണ്. ചില പ്രായമുള്ള നമ്മുടെ ഇപ്പം എൻ്റെ അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ അരിവാൾ ചുറ്റിക്കുന്നത് അവർക്ക് കൈപ്പത്തി ചിഹ്നം അങ്ങനെ മാത്രമേ അവർ അത് ശീലിച്ചിട്ടുള്ളൂ. അത് മാറ്റുകയാണ് BJPയുടെ അജണ്ട. അത് ഇതുപോലുള്ള വ്യക്തിത്വമുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ആ ഒരു താമര ചിഹ്നത്തോടുള്ളൊരു എതിർപ്പ് അവർ മാറ്റിയെടുത്തതിന് ശേഷമാണ് അവിടെ BJP അടുത്ത ആളുകളെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ശ്രീധരൻ ചേട്ടൻ വന്നു. അതിനുശേഷം പിന്നെ ആരായിരുന്നു? പാലക്കാട് മറ്റേ ഒരാളുണ്ടായിരുന്നല്ലോ, വിവാദങ്ങളൊക്കെ ഉണ്ടായ പേരെ മറന്നുപോയി. അതിനുശേഷമാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ. അപ്പം താമര ചിഹ്നത്തിലോട്ടുള്ള അലർജി മാറ്റി ഇങ്ങനെ താമര ചിഹ്നത്തിലേക്ക് ജനങ്ങളെ കുത്തിക്കാൻ തുടങ്ങി. അത് വ്യക്തമായിട്ടുള്ള ഇതാണ് അവരുടെ ഐഡിയകൾ ഭയങ്കരമാണ്. അത്രമാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാണ്ട് 2020 കൊണ്ടുവന്നതും BDJSനെ കൊണ്ടുവന്നതും ഒരു കാര്യമാക്കുകയോ വേണ്ട. അവരത് മുന്നോട്ട് കണ്ടിരിക്കുന്നത് മറ്റു പല കാര്യങ്ങളും ആയിരിക്കാം. കിളികൾ ഭയങ്കരമായിട്ട് അലയ്ക്കുന്നു. കുറുമ്പാ നോ ഇത് ഭയങ്കര ബഹളമാണ് കേട്ടോ, ഭയങ്കര ബഹളമാണ്. ഇത് ലവ് ബേഴ്സ് ഇവിടെ കിടപ്പുണ്ട്. കോക്ടെയിൽ ഇതാണ്. ഇവനെ ഞാൻ ഒറ്റയ്ക്കിട്ടേക്കാണ്. ഇവൻ്റെ ഇവൻ്റെ പൊണ്ടാട്ടി മരിച്ചുപോയി, അപ്പോൾ അവനെ ഞാൻ ഒറ്റയ്ക്കിട്ടേക്കാണ്. അതിൻ്റെ ദേഷ്യമാണ് അവന്. അല്ലേ, അവനെ ഒറ്റയ്ക്കിട്ടേക്കുന്നതിൻ്റെ ദേഷ്യമാണ്. ഇങ്ങനെ അലച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടുന്ന് സ്പേസൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയുള്ളൊരു തയ്യാറെടുപ്പിലാണ്. നോ So now if BJP came to Bengal, the same way to go Kerala. They somebody Dubai അല്ല, ഞാൻ ബഹ്റൈൻ പവിഴങ്ങളുടെ നാട്, പവിഴദ്വീപ്. കുറുമ്പ ദുബായ് ഇന്നലെ എൻ്റെ വെളുപ്പിന് എന്തോ പ്രശ്നമായിരുന്നു അറിയുന്നു. ഫ്രണ്ട്സിൻ്റെ ഒക്കെ മെസ്സേജ് വന്നിട്ടുണ്ട്. എല്ലാം നന്നായി മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കുറച്ച് ഭരണാധികാരികളും കുറച്ച് നേതാക്കന്മാരും ഇതിനൊക്കെ അനുഭവിക്കുന്ന പാവപ്പെട്ട ജനങ്ങളും ഒന്നും അറിയാതെ ജീവിക്കുന്ന കുറച്ച് കൊച്ചു കുഞ്ഞുങ്ങളും ഇവരൊക്കെയാണ്. എല്ലാവരും വെട്ടിപ്പിടിക്കലും മറ്റുള്ള കാര്യത്തിനും വേണ്ടി പോകുമ്പോൾ അതാണ് നമ്മൾ നാടിനെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം. കേരളം എന്താകും ഈ 5 വർഷം കൊണ്ട് കണ്ടറിയാം. കാരണം കമ്മ്യൂണിസ്റ്റിനെ BJP തുടച്ച് നീക്കിക്കൊണ്ടിരിക്കുന്നു.
ബംഗാളിൽ നടന്ന, ഞാൻ അതാണ് ഇടയ്ക്കൊന്ന് പറയാൻ വന്നത്, അതിനകത്ത് 2-3 മലയാളം, they don't know Malayalam. I think they came to live, so they want to know. That's why I said to different language. So Bengal, what happened Bengal in before, it's long 5 years before. So they remove communist slowly, and BJP came there in I think 3, 4, 5 seat only. After that, in the voting machine, nobody can find it. CPIM party, the Communist Party button. So they have only choice BJP and Mamata. So definitely the people go direct BJP. So BJP, no problem. Okay, they don't have problem. Yeah, we can get everything. It's okay. So 4-5 seat is there in BJP 5 years before. After 5 years is Bengal now in BJP hand. Mamata Babai. അതേപോലെ തന്നെയാണ് കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അവർ കുറച്ച് നിർത്താൻ BJPക്ക് പ്രശ്നമാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തുടച്ചു നീക്കിയാൽ പിന്നെ കോൺഗ്രസിനെ പുഷ്പം പോലെ BJP എടുത്തെറിയും. അവർക്ക് പൂ പറിക്കുന്ന ലാഭത്തോടെ അവരെ, കാരണം കോൺഗ്രസ് നേതാക്കന്മാരുടെ സ്വഭാവം അതാണ്. They know the BJP because they are following every time like that. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വരെ KCക്ക് പിന്തുണ. കള്ളന്മാരെ പാലം കടക്കുന്നതും വരെ നാരായണ പാലം കടന്ന് അധികാരം കിട്ടിയപ്പോൾ കൂരായണ എന്ന് പറഞ്ഞ അവസ്ഥയായിപ്പോയി. പാവം പിടിച്ച സത്യമാണ്. ഇതൊക്കെ VD സതീശൻ്റെ അണികളെയും VD സതീശനെയും നല്ല രീതിയിൽ ഹേർട്ട് ചെയ്യും. അപ്പം ഞാൻ ലൈവ് നിർത്തുകയാണ്. ലൈവിലൊന്നും ഒരുപാട് പേരൊന്നുമില്ല. ഞാനങ്ങനെ ലൈവ് വരുന്ന ആളൊന്നുമല്ല. ഐ എം നോട്ട് കമ്മിങ് ഡെയിലി ലൈവ് because I want to say something. That's why I came live. Okay, bye. See you. Just follow my channel. My channel only travel channel, and my YouTube also only walk and travel ma. Because I am just traveling in all over in Bahrain, and even the small resort and space, because my work like that. So I can go anywhere in a resort, and even small restaurant, and like you can see that one is you can see the every restaurant and every place, every sea and every beach in my channel. And follow my channel, you can see in daily 2-3 reel I will even my personal reel also I will put that one. But follow my channel. Thank you. Bye.